2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ അമേരിക്ക, മെക്സിക്കോ, കാനഡ. അടുത്ത ചോദ്യം, 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന സ്ഥലം. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന സ്ഥലം. ഉത്തരം ജപ്പാൻ. യിൽ നടന്ന പ്രധാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറഞ്ഞ വൺ നേഷൻ വൺ ഇലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഉത്തരം രാംനാഥ് കോവിന്ദ്. അടുത്ത ചോദ്യം, വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സർവീസ് ആദ്യമായി തുടങ്ങിയ രാജ്യമേത്? വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സർവീസ് ആദ്യമായി തുടങ്ങിയ രാജ്യം. ഉത്തരം ജപ്പാൻ. അടുത്ത ചോദ്യം, ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തിയാര്? ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തിയാര്? ഉത്തരം ടാഗോർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏതു ഭാഗത്തെയാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ഏത് ഭാഗത്തെയാണ്? ഉത്തരം ആമുഖം. അതുപോലെ നമുക്കറിയാം, പരീക്ഷ ജൂലൈ 18 ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിനി സമയം വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ദിവസേന ഡെയിലി പി എസ് സിയുടെ നോട്ട്സ് കൊടുക്കുന്നുണ്ട്. ഫ്രീ നോട്ട്സുകളാണ്. അതുപോലെ പി എസ് സിയുടെ ചോദ്യങ്ങൾ, മറ്റ് പി എസ് സി നോട്ട്സുകൾ, ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നോട്ടുകൾ വേണം എന്നുള്ളവർ, ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. മറക്കരുത്. നമുക്ക് ദിവസം വളരെ കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നോട്ട്സുകൾ, ടോപ്പിക്ക് എല്ലാം എന്ത് ചെയ്യുക, കവർ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം നോട്ട്സുകൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗ്രൂപ്പിൽ സൗജന്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ദേശീയ പതാകയിൽ ധീരതയെ സൂചിപ്പിക്കുന്നത്? ഇന്ത്യൻ ദേശീയ പതാകയിൽ ധീരതയെ സൂചിപ്പിക്കുന്നത്? ഉത്തരം കുങ്കുമം. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്? വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്. ഉത്തരം ഏതാണ്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഉത്തരം ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജൂലിയ ഗില്ലാർഡ് ഏത് രാജ്യത്തെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയാണ്? ജൂലിയ ഗില്ലാർഡ് ഏത് രാജ്യത്തെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയാണ്? ഉത്തരം ഓസ്ട്രേലിയ. പഴയകാലത്ത് മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ? പഴയകാലത്ത് മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ? ഉത്തരം അറബി മലയാളം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് ഏത് പ്രദേശങ്ങൾ തമ്മിലാണ്? നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് ഏത് പ്രദേശങ്ങൾ തമ്മിലാണ്? ഏതാണ് ഉത്തരം? സിക്കിം, ടിബറ്റ്. അടുത്ത ചോദ്യം, വിവരാവകാശ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം? വിവരാവകാശ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം രാജസ്ഥാൻ. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ച വിദേശ ശക്തി ആര്? കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ച വിദേശ ശക്തി അല്ലേ? ഉത്തരം ആരാണ്? പോർച്ചുഗീസ്. കാർഗിലിലെ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുവാൻ ഇന്ത്യ നടത്തിയ സൈനിക നീക്കം? കാർഗിലിലെ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുവാൻ ഇന്ത്യ നടത്തിയ സൈനിക നീക്കം? ഉത്തരം ഓപ്പറേഷൻ വിജയ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്? ഉത്തരം കൃഷി.
ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം 92-ലാണ്. തഹരീർ സ്ക്വയർ ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? തഹരീർ സ്ക്വയർ ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഈജിപ്റ്റ്. കണ്ണിനെയും കാഴ്ചയും സംബന്ധിച്ച ശാസ്ത്രീയ പഠനശാഖ. കണ്ണിനെയും കാഴ്ചയും സംബന്ധിച്ച ശാസ്ത്രീയ പഠനശാഖ. ഉത്തരം ഒഫ്താൽമോളജി. ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം. ലോക്സഭയുടെ ആദ്യ വനിതാ സ്പീക്കർ ആര്? ഉത്തരം മീര കുമാർ. ആരാണ്? മീര കുമാർ. അടുത്ത ചോദ്യം. മിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഉത്തരം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ചോദ്യം മറക്കല്ലേ. മിന്നലില് വൈദ്യുതി ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഉത്തരം പഞ്ചാബ്. ലഘുഘടകങ്ങളായ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന പോഷക ഘടകം ഏത്? ഉത്തരം ഏതാണ്? പ്രോട്ടീൻ. അടുത്ത ചോദ്യം. ഹരിതഗൃഹ പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം. ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമായി സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം ആരാണ്? നമുക്കറിയാലോ ആരാണ്? ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനകത്ത് ദഹനത്തെ സഹായിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. മറക്കല്ലേ. അടുത്ത ചോദ്യം. കേരളത്തിൽ ആദ്യമായി പട്ടികവർഗ വനിത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ച ജില്ല ഏത്? കേരളത്തിൽ ആദ്യമായിട്ട് പട്ടികവർഗ വനിത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ച ജില്ല ഏത്? ഉത്തരം വയനാട്. എൻമകജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എൻഡോസൾഫാൻ ദുരന്തം. കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന തീയതി. ഉത്തരം 2010 ഏപ്രിൽ 1. ഓക്കെ.